ലോകത്തിനു മുമ്പിൽ ഇന്ത്യ അഭിമാനത്തോട് കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഓർത്താണ്. മതേതരത്വം തച്ചു തകർത്ത് ഭരണകൂടം തന്നെ ഇന്ത്യൻ ജനാധിപത്യത്തെ കൊല നടത്തുമ്പോൾ, കശാപ്പ് ചെയ്യുമ്പോൾ പ്രിയങ്കരനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് ഇന്ത്യൻ പൗരനെ സംബന്ധിച്ച് ഈ രാജ്യത്തോടുള്ള കൂറാണ്, ജനാധിപത്യത്തോടുള്ള വിശ്വാസമാണ്. രാജ്യത്തെ വോട്ടർ പട്ടിക ക്രമക്കേടുകൾക്കെതിരെയും ബീഹാറിൽ SIR നടപ്പിലാക്കുന്ന രീതിക്കെതിരെയും പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഒരു വോട്ടർക്ക് ഒരു വോട്ട് എന്ന ഭരണഘടനയിൽ അധിഷ്ഠിതമായ മുദ്രാവാക്യം ഉയർത്തി 300ഓളം പ്രതിപക്ഷ എംപിമാരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഇന്ത്യ സഖ്യം വിട്ട ആം ആദ്മി പാർട്ടിയുടെ എംപിമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. സാധാരണ എംപിമാർ നടത്തുന്ന പ്രതിഷേധങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി ആക്രമോത്സുകമായ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായത്. പ്രതിഷേധിച്ച് മുഴുവൻ എംപിമാരെയും ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. തൃണമൂൽ കോൺഗ്രസിന്റെ എംപിമാരായ മഹുവ മൊയ്ത്ര, മിതാലി ബാഗ് എന്നിവർ പ്രതിഷേധത്തിനിടെ കുഴഞ്ഞു വീണു. കോൺഗ്രസ് എംപി സഞ്ജന ജാട്ടവ് പരിക്കുപറ്റി ആശുപത്രിയിലായി. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സന്ദേശം തന്നെയാണ് മുഴുവൻ പ്രതിപക്ഷ നേതാക്കളും നൽകിയത്. പ്രതിപക്ഷ ഐക്യത്തിന്റെ കാഹളമുയർത്തുന്ന പരിപാടിയായി അക്ഷരാർത്ഥത്തിൽ ഇന്നത് മാറുകയായിരുന്നു. അവരിക്കുള്ളില്ല. നമുക്ക് ആർക്കും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുവാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകളാണ്. അന്ന് നമ്മൾ ജീവിച്ചിരുന്നുവെങ്കിൽ ആ പോരാട്ട ഭൂമിയിൽ നമ്മളൊക്കെ രക്തസാക്ഷികളാവുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും കാലം അത് തെളിയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാജ്യത്ത് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം അനിവാര്യമായ ഘട്ടത്തിലാണ് നിർഭയമായി അധികാരവർഗത്തോട് ധൈര്യത്തോടുകൂടി രാഹുൽ ഗാന്ധി പോരാട്ടത്തിനിറങ്ങുന്നത്. ആ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് എൻ്റെയും നിങ്ങളുടെയും കൂട്ടുത്തരവാദിത്തമാണ്.